ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും ആസിഫ് അലി തുടങ്ങിയവർ മത്സരിച്ച് അഭിനയിക്കുന്ന ഓഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ്. ഇപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്ക് ഓവർ നമ്മുടെ ആസിഫ് അലി വരുന്ന ചിത്രമാണ്. നിലവിൽ തലവൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായം നേടിയെങ്കിൽ ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമായിട്ടാണ് ഓഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുന്നത്. മികച്ച ഒരു ടീസർ തന്നെ ചിത്രത്തിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സുരാജ് വെഞ്ഞാറമൂടും ആസിഫ് അലിയും ഒന്നിക്കുമ്പോൾ മികച്ച ഒരു ഹിറ്റ് കുറഞ്ഞ ഒന്നും തന്നെ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെയാണ് നമുക്ക് ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് നോക്കാം. വ്യക്തി ഇപ്പോൾ ഉത്തരം നൽകുന്നില്ല. വികൃതിക്കാതെ കണ്ട നമ്മുടെ സുരാജിനെ പോലെ തോന്നുന്നുണ്ട്. ആസിഫ് കോമഡിയാണല്ലോ. ബോസേ വൈവ് സാധനമാട്ടോ. പണമൊന്നുമല്ലടാ എല്ലാം, നമ്മളൊന്നും കാണുന്നതല്ല ഈ ലോകം. പക്ഷെ നമ്മൾ ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമായിരുന്നു. ഓഡിയോസ് അമീഗോസ് നൈസ് സാധനമായിരുന്നു കേട്ടോ. കോമഡി ലെവൽ സാധനം. ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ട്രെയിലർ. രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് ഈ ഒരു കോംബോ, അതായത് ആസിഫ് ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് നമുക്ക് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഒരു 5-6 ഹണീബി ലെവലിലൊക്കെ നമുക്ക് ആസിഫിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ട്രെയിലർ. എന്തൊക്കെയാണ് തീർച്ചയായിട്ടും സിനിമ കാണുന്നുള്ളൊരു പ്രതീക്ഷ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ചിത്രം കണ്ടിട്ട് തോന്നുന്ന ഒറ്റ ദിവസത്തെ സംഭവമാണ്. നമ്മുടെ സുരാജും കൊച്ചിയിലോട്ടാന്ന് തോന്നുന്നു വരുന്നതാന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ ആസിഫുമായിട്ട് ഇവര് തമ്മിൽ കണക്ട് ആവുന്നു. പിന്നെ ആ ഒരു വണ്ടർ സ്റ്റോറി ഞാൻ തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത് സംഭവിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് കുറച്ച് നിർമ്മിച്ച വലിയ സ്റ്റോറി കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ കഥയും കാര്യങ്ങളൊന്നും തന്നെ ചിത്രത്തിൽ കാണുന്നില്ല. പക്ഷെ ചെറിയൊരു പ്ലോട്ടിനെ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലായിരിക്കും ഈ സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലർ നല്ലൊരു പ്രതീക്ഷ തന്നിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ട്രെയിലർ മൊത്തം ഇവരുടെ തന്നെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. നഹാസ് നാസറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ആഷിഖ് ഉസ്മാനാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ സോങ്സ് ഒക്കെ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയതെല്ലാം തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ട്രെൻഡിങ് ആയിട്ട് മാറാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ കാരണം ഈ ഓഗസ്റ്റ് മാസം 3-ാം തീയതി റിലീസ് ചെയ്യേണ്ട ചിത്രമായിരുന്നു. അത് റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് മാസം 9-ാം തീയതി, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുകയെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിനായിട്ട് പോയി കാണാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്